ഹായ് ഗൈസ്, വെൽക്കം ടു മെറാൽ ഫിനിയൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് യൊരിച്ചി സുഗുഗുനിയുടെ കഥയാണ് ഗൈസ്. സുഗുഗുനി എന്ന് പറഞ്ഞ വലിയൊരു ഹഷീറ എന്ന് പറയുന്ന ദ ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് ബ്രീത്തിങ് സ്റ്റൈൽ എന്ന് പറയുന്ന ബ്രീത്തിങ് സ്റ്റൈലിന്റെ ഫൗണ്ടറാണ് ഇവൻ. എല്ലാ ബ്രീത്തിങ് സ്റ്റൈൽസും ഇവന്റെ ഇതിൽ നിന്നാണ് വന്നത്. ദ കിങ് ഓഫ് ദ ഗോഡ് ഓഫ് ഹഷീറാസ് എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന നമ്മുടെ യൊരിച്ചിയുടെ കഥയാണ് ഗൈസ് ഇന്ന് കാണാൻ പോകുന്നത്. യൊരിച്ചി ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള യൊരിച്ചി പിറക്കുമ്പോൾ തന്നെ അവൻ അമ്മയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളാണ്. അതെന്ന് വെച്ചാൽ കൊക്കുഷിബോ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അതാന്ന് വെച്ചാൽ നമ്മുടെ യൊരിച്ചിക്ക് ഒരു ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ യൊരിച്ചിയുടെ ട്വിൻ ബ്രദറാണ് കുക്കോഷിബോ. കുക്കോഷിബോയ്ക്ക് 2 പേരുകളുണ്ട് ഗൈസ്. കുക്കോഷിബോ പിറക്കുകയാണ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ കുക്കോഷിബോയുടെ റിയൽ നെയിമും കുക്കോഷിബോ ആരാണെന്നുമാണ് കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നമുക്ക് യൊരിച്ചിയുടെ കഥ കാണാം. ഓക്കെ ഗൈസ്, വരൂ ഗൈസ്. അപ്പോൾ യൊരിച്ചി പിറക്കുമ്പോൾ അവൻ്റെ അനിയൻ്റെ കൂടെ, അതായത് വെച്ചാൽ നമ്മൾ ട്വിൻ ബ്രദർ അല്ലേ, കുക്കോഷിബോയുടെ കൂടെ പിറക്കുകയാണ് ഗൈസ്. അങ്ങനെ അവൻ അവൻ്റെ അമ്മയുടെ വയറ്റിരുന്നു. ഭയങ്കര പവർഫുൾ ആയിരുന്നു അവൻ. അതിനകത്ത് തന്നെ ഹാഷിറയുടെ സീലും കൊണ്ടാണ് അവൻ വരുന്നത്. അവൻ്റെ തലയിൽ ഹാഷിറയുടെ ഒരു സീലുണ്ടായിരുന്നു. അതുപോലെ അത്ര പാപ്പ തന്നെ അവൻ്റെ അമറക്കെല്ലാം മനസ്സിലായി വലിയൊരു ഹഷീറയെ മാറും. അങ്ങനെ ഹഷീറയുടെ സീലോടെയാണ് വരുന്നത് ഗൈസ്. ഇതൊന്ന് ഓർത്തോളൂ. ടാൻജീറോയുടെ പപ്പയാണ് അതായത് യൊരിച്ചിന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് തെറ്റാണ് ഗൈസ്. ടാൻജീറോയുടെ പപ്പ വേറെയാണ്. യൊരിച്ചി ടാൻജീറോയിൻ്റെ പപ്പയൊന്നുമല്ല. റിയലി ടാൻജീറോ യൊരിച്ചിൻ്റെ നെക്സ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ 13th ഫോം ഫൗണ്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ 2 പേരും ഒരേ പവർ ബ്രീത്തിങ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. 2 പേർക്കും ഹനഫുഡ റിങ്സിന്റെ ഇതുണ്ട്. 2 പേർക്കും ഹാഷിറയുടെ സീൽ തലയിലുണ്ട് ഗൈസ്. അത് കാരണമാണ് ടാൻജീറോയുടെ പപ്പയാന്ന് പറയുന്നത്. ഇനി ടാൻജീറോയുടെ പപ്പയും ഇവരും ഒക്കെ ആയിട്ട് യൊരിച്ചിക്ക് ബന്ധമൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെയാണ് ഗൈസ്. അതേപോലെ തന്നെ 100,000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ യൊരിച്ചി ഉള്ളതാണ് ഗൈസ്. പിന്നെ മുസാൻ ഡീമൻ ആണല്ലോ, അവന് ചാവില്ലല്ലോ. അതുപോലെ അവൻ 1000 വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുന്നേ യൊരിച്ചിയുടെ കാലത്ത് തന്നെ മുസാൻ ഉണ്ടായിരുന്നു. 1400 ചില്ലറ പീസാക്കി കളയുന്നു നമ്മുടെ യൊരിച്ചി മുസാനെ. എന്തോന്ന് വെച്ചാൽ ഒറ്റ വെട്ടി 1450 പീസാക്കി അവനെ തറയിടുന്നു ഗൈസ്. എന്തോ ഒരു ലക്ക് കിട്ടിയിട്ടാണ് അവൻ റീജനറേറ്റ് ആയി രക്ഷപ്പെട്ടു പോയത്. അതും യൊരിച്ചിയെ പേടിച്ചിട്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. മുസാന്റെ ഒരു നൈറ്റ് മെയർ ആണ് ഗൈസ് യൊരിച്ചി എന്ന് പറയുന്നത്. മുസാനെ കണ്ട് ഡീമൺസും ഹാഷിറാസും എല്ലാരും പേടിക്കുന്നത്. അതായത് മൈക്കിൾ ജാക്സൺ, മുസാൻ കിബുത്സുജി എന്ന് പറയുന്നതിന്റെ അർത്ഥം മൈക്കിൾ ജാക്സൺ എന്നാണ് ഗൈസ്. അപ്പോൾ മൈക്കിൾ ജാക്സൺ നമ്മുടെ യൊരിച്ചിയെ കണ്ട് പേടിച്ചിട്ടാണ് ഓടുന്നത് ഗൈസ്. കാരണം അവൻ ഇത്രയും വലിയ ഡീമൺ കിങ് അല്ലേ, പിന്നെന്തിനാണ് ഹഷീറെ കണ്ട് പേടിക്കുന്നത് ഗൈസ്? കാരണം അവനാണ് ദ ഫസ്റ്റ് ബ്രീത്തിങ് സ്റ്റൈൽ കണ്ടുപിടിച്ചവൻ. സൺ ബ്രീത്തിങ് സത്യത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ യൊരിച്ചി മുസാനെ സൺ ബ്രീത്തിങ് വെച്ചാണ് തോപ്പിച്ചത്, എന്ന് വെച്ചാൽ ഡിഫീറ്റ് ചെയ്തത്, 1450 പീസാക്കിയത്. അതേപോലെ തന്നെ ടാൻജീറോവും സൺ ബ്രീത്തിങ് വെച്ചാണ് മുസാനെ ഡിഫീറ്റ് ചെയ്യുന്നത് ഗൈസ്. എന്ന് വെച്ചാൽ അവൻ 13th ഫോം അൺലോക്ക് ചെയ്യുകയാണ് ഗൈസ്. ടാൻജീറോ 13th ഫോം അൺലോക്ക് ചെയ്യുകയാണ് മുസാൻ കിബുത്സുജിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇത് ഫോം അൺലോക്ക് ചെയ്തതിനു ശേഷം സൺ ബ്രീത്തിങ് യൂസ് ചെയ്താണ് കൊല്ലുന്നത്. പക്ഷെ നമ്മുടെ യൊരിച്ചിയെ കണ്ടാൽ നേരെ ഡിഫറൻ്റ് ആണ്. അവൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അടുത്ത് വന്ന് 450 പീസാക്കി ഇട്ടിട്ട് പോയി. എന്ന് വെച്ചാൽ ഇപ്പം അവനാണെങ്കിൽ മുസാൻ കിബുത്സുജി വന്നോണ്ടെങ്കിൽ മുസാൻ കിബുത്സുജിനെ കണ്ട മുസാൻ കിബുത്സുജി അവന്റെ ഔറ ഫീൽ ചെയ്യുകയാണ്. പക്ഷെ യൊരിച്ചി അവനെ കണ്ട് ഒന്നും പേടിക്കുന്നില്ല. ബിഗ്ഗസ്റ്റ് ഫിയർ എന്ന് പറയാം മുസാന്റെ.
മുസാൻ ഏറ്റവും കൂടുതൽ ആരെയും കണ്ട് പേടിച്ചിരുന്നില്ല. റിയലി പറഞ്ഞ ടാൻജിറോയിന്റെ മുഖം കാണുമ്പോൾ തന്നെ മുസാൻ എന്തിനാണ് അത്രയും പേടിച്ച് കണ്ണൊക്കെ വിറച്ചു തള്ളിയിരുന്നതിന് കാരണം അവന്റെ ഹഷീറ സീലും ഹനഫുഡ ഇയറിങ്സും ആണ് ഗൈസ്. ഹനഫുഡ ഇയറിങ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ യോരിച്ചി മാത്രമാണ് ഇട്ടിരുന്നത്. യോരിച്ചി, കുക്കോഷിബോ ഇത് കുറെ ഉള്ളവരൊക്കെയാണ് ഇട്ടിരുന്നത്. കുക്കോഷിബോ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇട്ട് കാണാമായിരിക്കും, കാരണം അവന്റെ ട്വിൻ ബ്രദർ അല്ലേ. അപ്പോൾ യോരിച്ചി മാത്രമാണ് ഇട്ടിരുന്നത്. അതേ ഇയറിങ്സ് അതേ ആ ഫാമിലി വന്ന നമ്മുടെ ടാൻജിറോയ്ക്കും അത് വരുന്നു, ഹനഫുഡ ഇയറിങ്സ്. അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ മുസാൻ നോക്കുമ്പോൾ ടാൻജിറോ ഹനഫുഡ ഇയറിങ്സും തലയില് ഹഷീറ സീലും കൊണ്ട് വന്ന് നിൽക്കുന്നത് ഗായ്സ്. അപ്പോഴാണ് മുസാന്റെ മുഖത്തുള്ള പേടി വെളി കാണുന്നത് ഗായ്സ്. ഏറ്റവും കൂടുതൽ അവൻ പേടിച്ചെന്നും ഏറ്റവും കൂടുതൽ അവൻ ഭയപ്പെട്ടിരുന്ന അവൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന യൊരീച്ചിയുടെ അൻസെസ്റ്റർ ആയിരുന്നു അവിടെ നിന്നിരുന്നത്. വലിയ പരാജയമാണ് സത്യത്തിൽ മുസാൻ കിബുത്സുജിക്ക് പറ്റിയിരിക്കുന്നത് ഗൈസ്. അവൻ ഏറ്റവും കൂടുതൽ കണ്ട് പേടിച്ചിരുന്ന യൊരീച്ചിയുടെ കൈകൊണ്ട് തന്നെ ആദ്യം 1450 പീസായി തറയിൽ കിടക്കുന്നു. രണ്ടാമത് അതേ ബ്രീത്തിങ് സ്റ്റൈൽ, അതേ യൊരീച്ചിയുടെ അൻസെസ്റ്ററിന്റെ കൈ കൊണ്ട് തന്നെ ചാവുന്നു ഗൈസ്. സൺ ബ്രീത്തിങ്ങിന്റെ സ്റ്റൈൽ വെച്ച് ഗൈസ്. എന്തോന്ന് വെച്ചാൽ മുസാൻ കിബുത്സുജിയെ നമ്മുടെ യൊരീച്ചി ഒറ്റ വെട്ടി കൊല്ലുന്ന ഇതേ ഉള്ളൂ ഗൈസ്. കാരണം നമ്മുടെ മുസാൻ കിബുത്സുജി യൊരീച്ചി ഒത്തിരി വെറുത്തിരുന്നു. ഡീമൺസിനെ അവനാണല്ലോ ഉണ്ടാക്കിയിരുന്നത്. അവൻ കാരണമല്ലേ അവന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആ രോഗം വന്നിരുന്നത്. അത് മാത്രമല്ല, യൊരീച്ചിക്ക് അവനെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഗായ്സ്. കാണുമ്പോഴൊക്കെ വെട്ടിയിട്ട് തള്ളി പോവുകയാണ് ഗായ്സ്. നമ്മുടെ മുസാൻ കിബുത്സുജി കൊള്ളാത്ത ഒരുത്തനാണല്ലോ. അത് മാത്രം മുസാൻ കിബുത്സുജിയുടെ നൈറ്റ് മെയറും കൂടിയാണ് നമ്മുടെ യൊരീച്ചി. റിയലി ടാൻജിറോയുടെ അകത്ത് യൊരീച്ചിന്റെ ആത്മാവോ അല്ലെങ്കിൽ എന്തെങ്കിലും കേറിയിട്ടുണ്ടായിരിക്കണം. അതുപോലെയാണ് യൊരീച്ചി ടാൻജിറോയുടെ ദേഹത്ത് അവന്റെ സോയിൽ ടാൻജിറോയുടെ ദേഹത്ത് യൊരീച്ചി കേറിയിരുന്നു ഗൈസ്. കേറി അവിടെ ഇരുന്ന് സൺ ബ്രീത്തിങ് അവിടെ ചെയ്യുകയാണ് ഗൈസ്. അതേപോലെ തന്നെ അവന്റെ ഈ ഹനഫുഡ ഇയറിങ്സ്, ഹഷീറ സീൽ എല്ലാം നമ്മുടെ ടാൻജിറോയ്ക്ക് ഉണ്ടല്ലോ. അത്ര പവർഫുൾ ആണ് ടാൻജിറോ. കാണുന്ന ഡീമൺസിനെ എല്ലാം കൊന്ന് തള്ളിയിടുന്ന ടാൻജിറോ. അതേപോലെ തന്നെ കാണുമ്പോഴൊക്കെ എല്ലാ ഡീമൺസിനെ കൊന്നു തള്ളിയിടുന്ന യൊരീച്ചി. അവസാനം യൊരീച്ചിന്റെയും ടാൻജിറോന്റെ കൈ കൊണ്ട് തന്നെ, റിയലി പറഞ്ഞാൽ ആദ്യത്തെ വട്ടം മുസാൻ യൊരീച്ചിന്റെ കൈ കൊണ്ട് തന്നെ 1450 പീസായി വെട്ടി തറയിൽ കിടന്നു. അതേപോലെ തന്നെ അടുത്ത വട്ടം യൊരീച്ചി അവന്റെ ദേഹത്ത് കേറിയിരുന്നുവല്ലോ, അവന്റെ പേരെന്തുവാ, ടാൻജിറോന്റെ ദേഹത്ത്. അതേ ടാൻജിറോന്റെ ദേഹത്തിരുന്ന് നമ്മുടെ മുസാനെ കൊല്ലുന്നു. റിയലി പറഞ്ഞാൽ മുസാൻ രണ്ടാമത്തെ വട്ടവും യൊരീച്ചിന്റെ കൈ കൊണ്ട് തന്നെയാണ് ഗൈസ് ചാവുന്നത്. കാരണം യൊരീച്ചി അത്ര പവർഫുൾ ആണ്. അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് എല്ലാം വിശദമായി കാണാം. നമ്മുടെ കുക്കോഷിബോ എന്ന ട്വിൻ ബ്രദറിനെ പറ്റിയെല്ലാം നമുക്ക് കാണാം. യൊരീച്ചി പിറക്കുമ്പോൾ തന്നെ അവൻ ട്വിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഹഷീറ സീലും കൊണ്ടാണ് അവൻ പിറക്കുന്നത്. ഇതൊക്കെ അവനുണ്ടായിരുന്നു. അവനൊരു അനിയനായിട്ടുള്ള കുക്കോഷിബോ ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയൊക്കെ അടുത്ത വീഡിയോ നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇവിടെ സ്റ്റോറി എൻഡ് ആകുന്നു. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ സബ്സ്ക്രൈബ്, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ, സീ യു ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോക്കകത്ത് കുക്കോഷിബോ പറ്റി കാണാം. കുക്കോഷിബോ അപ്പർ മൂണിലെ ഫസ്റ്റ് മൂണാണ് ഗൈസ്. നമുക്ക് കുക്കോഷിബോനെ പറ്റി നമുക്ക് വിശദമായിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. അടുത്ത വീഡിയോക്കകത്ത് കുക്കോഷിബോനെ പറ്റി ഞാൻ ഇട്ടിരിക്കും ഗൈസ്. അവൻ്റെ റിയൽ നെയിം എല്ലാത്തിനെ പറ്റി ഞാൻ ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്, സബ്സ്ക്രൈബ് നൗ. ഓക്കെ ഗൈസ്, ബൈ ബൈ.